കാലാസ്നിക്കോവ്. സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്ത് റഷ്യയിൽ രഹസ്യമായി നിർമ്മിച്ച ഒരു മാരകായുധം അവ്റ്റോമാറ്റ് കലാഷ്നിക്കോവ. തലയില്ലടാ, തലയെടുക്കണവൻ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആയുധം ഏതെന്ന് ചോദിച്ചാൽ ഓർമ്മ വരിക ഹിരോഷിമയിൽ പതിച്ച അണുബോംബായിരിക്കും. 2 ലക്ഷത്തിലധികം മനുഷ്യരുടെ ജീവനെടുത്ത ഈ ആയുധത്തിനേക്കാൾ മാരകമാണ് AK-47 അതിൻ്റെ വകഭേദങ്ങളും. അവ അവസാനിപ്പിച്ചത് ദശലക്ഷം മനുഷ്യരുടെ ജീവനാണ്. വർഷം 1919. മിഖായിൽ തിമോഫേവിച്ച് കലാഷ്നിക്കോവിൻ്റെ ജനനം. പിൽക്കാലത്ത് ലോകം ചാർത്തിക്കൊടുത്തു ഒരു നാമം, ദ ഡെഡ്ലിസ്റ്റ് ഇൻവെൻറ്റർ എവർ ലിവ്ഡ്. നാർസികളുടെ ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിലായിരിക്കവേ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഉത്തരമെന്നോണമാണ് AK-47 എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത്. സോവിയറ്റ് യൂണിയൻ ആർമിയിലെ ടാങ്കർ മെക്കാനിക്കായിരുന്ന മിഖായിൽ താൻ സേവനത്തിലിരിക്കുമ്പോൾ തന്നെ പരാജയപ്പെട്ട തൻ്റെ നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ 1947 AK-47 കണ്ടുപിടിച്ചു. ശേഷം 1949 AK-47 ആർമിയുടെ അംഗീകാരം ലഭിച്ചു. കൊടും തണുപ്പിൽ മഞ്ഞുമലകൾക്കിടയിൽ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ സൈനികർക്കും ലോകത്തെ വിറപ്പിക്കുന്ന മയക്കുമരുന്ന് രാജാക്കന്മാർക്കും ദയാദാക്ഷിണ്യമില്ലാതെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ദ AK-47. 600 റൗണ്ട് ബുള്ളറ്റ് വരെ മിനിറ്റിൽ സാധ്യമാവുന്ന AK-47 4.3 കിലോഗ്രാം ഭാരവും 870 മില്ലിമീറ്റർ നീളവുമാണുള്ളത്. പ്രധാന സവിശേഷതകൾ: AK-47 ബുള്ളറ്റിൻ്റെ വേഗത 715 മീറ്റർ/സെക്കൻഡ് ആണ്. ഒപ്പം തന്നെ സെമി ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ ഇത് ലഭ്യമാണ്. ഉപയോഗ സൗകര്യം, കുറഞ്ഞ മെയിൻ്റനൻസ്, ദീർഘനാൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന നിർമ്മാണ രീതി എന്നിവയെല്ലാം ഇതിൻ്റെ പ്രധാന സവിശേഷതയായി കരുതപ്പെടുന്നു. ഇത്രയേറെ സവിശേഷതകൾ ഉള്ള AK-47 സാധാരണ പൗരന്മാർ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. സൈനിക സുരക്ഷാ മേഖലകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. നാം അറിഞ്ഞതും സംസാരിച്ചതും AK-47 കുറിച്ചാണ്. പിന്നീടൊരിക്കൽ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.